സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ സത്യമേത് മിഥ്യേത് എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലമാണിപ്പോൾ. കാരണം സർവത്ര AI ആണ്. അടുത്തിടെയാണ് എവറസ്റ്റിനോളം ഉയരത്തിൽ പറന്നു എന്ന അവകാശവാദവുമായി ചൈനീസ് പാരാഗ്ലൈഡറായ പെങ് യുജിയാങ് രംഗത്തെത്തുന്നത്. വെറുതെ അവകാശപ്പെടുക മാത്രമല്ല കേട്ടോ, പറക്കലിന്റെ വീഡിയോയും അനുഭവങ്ങളും എല്ലാം പെങ് പങ്കുവച്ചിരുന്നു. ഈ സാഹസികതയ്ക്ക് പാരാഗ്ലൈഡറെ നിരവധി പേർ അഭിനന്ദിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ AI ജനറേറ്റഡ് ആകാം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പെങ് യുജിയാങ് പങ്കുവച്ച ആ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. രഞ്ജിഷ രാമകൃഷ്ണൻ ചേരുന്നുണ്ട് തത്സമയം. രഞ്ജിഷ, വീഡിയോ ഒക്കെ കാണാൻ എന്തായാലും മനോഹരമായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ വലിയ കൗതുകവും അത്ഭുതവും ഒക്കെ തോന്നുന്നുണ്ട്. കാരണം അത്രത്തോളം ഉയരത്തിൽ പറന്നു പൊങ്ങി എന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ അതിലുള്ളൊരു സംശയം ഇത് തന്നെയാണ്. ഇത്രയും ഉയരത്തിൽ, എവറസ്റ്റിനോളം ഉയരത്തിലൊക്കെ പറന്നു പൊങ്ങി എന്ന് പറയുമ്പോൾ മറ്റ് സുരക്ഷയൊന്നുമില്ല, ഒരു ഓക്സിജൻ മാസ്ക് ഇല്ല, വലിയ മഞ്ഞുവീഴ്ചയുണ്ട്, കടുത്ത തണുപ്പുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് ഉയർന്നു പൊങ്ങി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു സംശയം. ഇപ്പോൾ AI ജനറേറ്റഡ് ആണെന്ന് പറയുന്നു. സർവത്ര AI ആയതുകൊണ്ട് തന്നെ, സോഷ്യൽ മീഡിയ തുറന്നാൽ എവിടെ AI ആയതുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ട് സത്യമാണോ അല്ലേ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഹിമ പറഞ്ഞ പോലെ തന്നെ AI ഒരു കാലം വന്നതോടുകൂടി ഏതാ സത്യം അല്ലെങ്കിൽ കള്ള ഏതാണെന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണിതുള്ളത്. ഈ ഒരു വീഡിയോ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ NBC ന്യൂസ് അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വീഡിയോയുടെ ആദ്യത്തെ 5 സെക്കൻഡോളം AI ജനറേറ്റഡ് ആണെന്നുള്ള സംഭവത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈനയിലെ പാരാഗ്ലൈഡർ ആയിട്ടുള്ള പെങ് യുജിയാങ് ആണ് ഇത്തരത്തിൽ കിലിയൻ പർവ്വതനിരകൾക്ക് മുകളിലൂടെ ഇത്തരത്തിൽ പാരാഗ്ലൈഡിങ് ചെയ്തത്. അദ്ദേഹം പറയുന്നത് എവറസ്റ്റിനോളം ഉയരത്തിൽ അദ്ദേഹത്തിന് പറക്കാൻ പറ്റിയെന്നുള്ളതാണ്. ക്ലൗഡ്സെക് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം മൂലമാണ് ഇത്തരത്തിൽ പറക്കാൻ കഴിയുന്നത്. അതായത് വായുവിൻ്റെ അതിശക്തമായ പ്രവാഹത്തിൽ നമ്മൾ മുകളിലേക്ക് പോയി അത് മേഘങ്ങൾക്കിടയിൽപ്പെടുന്ന ഒരു അവസ്ഥയാണിത്. ഇത്തരത്തിൽ ആ ഒരു പ്രതിഭാസം മൂലം അദ്ദേഹത്തിന് ഇത്രയും ഉയരത്തിൽ പറക്കാൻ പറ്റിയെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. ഈ ഒരു വീഡിയോ ഒക്കെ അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ വിവാദവും വരികയായിരുന്നു. അതായത് ഇത്രയും ഉയരത്തിൽ അദ്ദേഹത്തിന് പറക്കാൻ പറ്റി എന്നുള്ളത് സംബന്ധിച്ച് ഒരു സംശയവും അതിനെ തുടർന്ന് ചില റിപ്പോർട്ടുകളൊക്കെ വന്നു. അതായത് ഇത് AI ജനറേറ്റഡ് ആണ്, ഇതിൻ്റെ 5 സെക്കൻഡ് AI ജനറേറ്റഡ് ആണെന്നുള്ള ഒരു റിപ്പോർട്ടൊക്കെ വന്നു. ഇതിന് പിന്നാലെ ആദ്യഘട്ടത്തിൽ ഈ ഒരു വീഡിയോ പങ്കുവെച്ച റോയിറ്റേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ പിന്നീട് ഈ ഒരു വീഡിയോ പിന്നീട് പിൻവലിച്ചു. മാത്രമല്ല പെങ് യുജിയാങ്ങിന് അദ്ദേഹത്തിൻ്റെ 6 മാസത്തേക്ക് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. അനധികൃതമായി പറക്കലിനാണ് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്. മാത്രമല്ല അദ്ദേഹം ഇത്തരത്തിലൊരു പാരാഗ്ലൈഡിങ് നടത്തിയത് ഓക്സിജൻ മാസ്കോ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നുമില്ലാതെയായിരുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ആകെ 5 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. 5 വർഷത്തെ മാത്രം എക്സ്പീരിയൻസ് ഉള്ള പെങ് ഇത്രയും ഉയരത്തിൽ പൊങ്ങിയത് കണ്ടപ്പോൾ നിരവധി അഭിനന്ദന പ്രവാഹമായിരുന്നു വന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തെ അഭിനന്ദിച്ചവരെല്ലാം ഇപ്പോൾ പെട്ടോ എന്നുള്ള ഒരു അവസ്ഥയിൽ ആദ്യഘട്ടത്തിൽ അഭിനന്ദിച്ചവർക്ക് ഇപ്പോൾ ഒരു അമളി പറ്റിയോ എന്നുള്ളൊരു സംശയത്തിലാവും നിൽക്കുന്നുണ്ടാവുക. കാരണം നമുക്ക് ആ വീഡിയോ കണ്ടാൽ വലിയ ഇഷ്ടം തോന്നും, അത്ഭുതം തോന്നും. പക്ഷേ അതിലെ സംശയം ഇത് തന്നെയാണ്, സുരക്ഷാ ക്രമീകരണങ്ങളില്ല, നല്ല മഞ്ഞുവീഴ്ചയുണ്ട്. അപ്പോൾ ഇത്രയും ഉയരത്തിൽ പറക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെയാണ് സംശയം. എന്തായാലും ആദ്യത്തെ 5 സെക്കൻഡ് AI ആണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്കി വീഡിയോയുടെ ആധികാരികത എന്താണ് എന്നുള്ളത് ഇപ്പോൾ പരിശോധിക്കുകയാണ്. ശരി രഞ്ജിഷ.